വിശുദ്ധ ഖുർആൻ അല്ലാഹു മനുഷ്യരാശിക്കായി നൽകിയ ഏറ്റവും വലിയ വഴികാട്ടിയാണ്. ഓരോ അക്ഷരത്തിലും ആയിരക്കണക്കിന് നന്മകൾ ഒളിപ്പിച്ചുവെച്ച ഈ മഹത്തായ ഗ്രന്ഥം വെറുമൊരു വായനയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ദൈവിക വചനങ്ങളാണ്. നിശബ്ദമായ രാത്രികളിൽ ഖുർആൻ ഓതുമ്പോൾ അത് വീടിന്റെ അന്തരീക്ഷത്തെ തന്നെ മാറ്റിക്കളയുന്നു. ആ വീട് മലക്കുകൾ സന്ദർശിക്കുന്ന ഇടമായി മാറുകയും ആകാശലോകത്തുള്ളവർക്ക് ഭൂമിയിലെ ഒരു നക്ഷത്രം പോലെ പ്രകാശിച്ചു നിൽക്കുകയും ചെയ്യും. മനസ്സിന് വലിയ ഭാരങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഒരു വലിയ മരുന്നാണ്. ഓരോ വചനവും ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് ആത്മാവിന് നൽകുന്ന ആശ്വാസം വാക്കുകൾക്ക് അതീതമാണ്. നാം തനിച്ചാണെന്ന തോന്നൽ ഇല്ലാതാക്കാനും അല്ലാഹു നമ്മെ നോക്കുന്നുണ്ടെന്ന വലിയ സത്യം ബോധ്യപ്പെടുത്താനും ഖുർആൻ നമ്മെ സഹായിക്കുന്നു. ഈ ദുനിയാവിലെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരമായും നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഉറ്റ സുഹൃത്തായും ഖുർആൻ നമ്മുടെ കൂടെയുണ്ടാകും. ഖുർആനിലെ 55-ാം അധ്യായമായ സൂറത്തുർ റഹ്മാൻ ഖുർആന്റെ വധു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അല്ലാഹുവിന്റെ അപാരമായ കാരുണ്യത്തെയും അവൻ നമുക്ക് ചുറ്റും ഒരുക്കി വെച്ചിട്ടുള്ള എണ്ണമറ്റ അനുഗ്രഹങ്ങളെയും കുറിച്ച് വളരെ മനോഹരമായാണ് ഈ സൂറത്തിൽ വിവരിക്കുന്നത്. മനുഷ്യർക്കും ജിന്നുകൾക്കുമായി നൽകിയ അനുഗ്രഹങ്ങളെ ഓരോന്നായി എണ്ണിപ്പറയുമ്പോൾ നിങ്ങളുടെ നാഥന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന ചോദ്യം 31 തവണ ആവർത്തിച്ചു വരുന്നു. ഇത് ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ നന്ദിയും ഭക്തിയും നിറയ്ക്കുന്ന ഒന്നാണ്. രാത്രികാലങ്ങളിൽ ഈ സൂറത്ത് പതിവാക്കുന്നത് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പ്രകൃതിയിലെ അത്ഭുതങ്ങളെയും പരലോകത്തെ സ്വർഗീയ സുഖങ്ങളെയും കുറിച്ചുള്ള വിവരണം കേൾക്കുമ്പോൾ ഓരോ മനുഷ്യനും പടച്ചതമ്പുരാന്റെ മുന്നിൽ വിനീതനായി പോകും. മനസ്സിന്റെ സമാധാനവും ശാന്തിയും. രാത്രിയിൽ ഈ സൂറത്ത് ഓതുന്നത് മനസ്സിനെ അലട്ടുന്ന എല്ലാവിധ ടെൻഷനുകൾക്കും ഉത്കണ്ഠകൾക്കും ഒരു വലിയ ആശ്വാസമാണ്. പകൽ മുഴുവൻ നീണ്ടുനിൽക്കുന്ന ജോലിത്തിരക്കുകളും മാനസികമായ സമ്മർദ്ദങ്ങളും കാരണം ഉറക്കം നഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല മരുന്നാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള വചനങ്ങൾ ആവർത്തിച്ചു കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ പേടികൾ ഇല്ലാതാകുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ ചിന്തകൾക്ക് തെളിച്ചം ലഭിക്കുകയും ജീവിതത്തിലെ പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടാൻ നമുക്ക് കരുത്ത് ലഭിക്കുകയും ചെയ്യും. ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് ശിഫ. പലവിധത്തിലുള്ള അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നവർക്ക് സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുന്നത് വലിയൊരു ഔഷധമാണ്. പ്രത്യേകിച്ച് ഹൃദയസംബന്ധമായ അസുഖങ്ങൾക്കും മാനസികമായ തകർച്ചകൾക്കും ഈ അധ്യായത്തിലെ വചനങ്ങൾ വലിയ മാറ്റം കൊണ്ടുവരും. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അവന്റെ വചനങ്ങൾക്ക് രോഗം ഭേദമാക്കാനുള്ള കഴിവുണ്ട്. ഈ സൂറത്ത് ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഒരു പ്രത്യേക ഊർജം നിറയുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. വിശ്വാസത്തോടെ ഇത് പതിവാക്കുന്നവർക്ക് അത്ഭുതകരമായ രോഗശമനം ലഭിക്കും. കുടുംബജീവിതത്തിലെ സന്തോഷവും ഐക്യവും, വീടിനുള്ളിൽ സമാധാനം ലഭിക്കാനും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമാകാനും സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുന്നത് സഹായിക്കും. ദമ്പതികൾക്കിടയിലുള്ള അനാവശ്യമായ പിണക്കങ്ങൾ മാറാനും പരസ്പര സ്നേഹം വർദ്ധിക്കാനും ഇത് കാരണമാകും. ഈ സൂറത്ത് ഓതുന്ന വീടുകളിൽ നിന്ന് പിശാചിന്റെ ശല്യങ്ങൾ അകന്നുപോകുകയും മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുകയും ചെയ്യും. മക്കൾ നല്ല സ്വഭാവമുള്ളവരായി വളരാനും മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരാകാനും ഈ പാരായണം വലിയൊരു അനുഗ്രഹമായി മാറും. ദാരിദ്ര്യം അകലാനും സാമ്പത്തിക പുരോഗതിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സൂറത്തുർ റഹ്മാൻ ഒരു വലിയ തണലാണ്. അല്ലാഹു നൽകുന്ന ഉപജീവനത്തിൽ വർധനവുണ്ടാകാനും അപ്രതീക്ഷിതമായ വഴികളിലൂടെ സാമ്പത്തിക സഹായങ്ങൾ എത്തിച്ചേരാനും ഇത് കാരണമാകും. കടബാധ്യതകൾ കൊണ്ട് വീർപ്പുമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നേടാൻ ഈ അധ്യായം പതിവായി ഓതി പ്രാർത്ഥിക്കുന്നത് ഫലപ്രദമാണ്. നമ്മുടെ അധ്വാനത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം അഥവാ ഗുണം ഉണ്ടാകാൻ ഇത് സഹായിക്കും. അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവൽ. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഈ സൂറത്ത് പാരായണം ചെയ്താൽ പ്രഭാതം വരെ ആ വ്യക്തിക്ക് മലക്കുകളുടെ സംരക്ഷണം ലഭിക്കും. അപകടങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അല്ലാഹു ആ വ്യക്തിയെ കാത്തുസൂക്ഷിക്കും. നമ്മെ തളർത്താൻ ശ്രമിക്കുന്ന തിന്മയുടെ ശക്തികളിൽ നിന്നും മോചനം ലഭിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഈ പാരായണം സഹായിക്കും. രാത്രികാലങ്ങളിൽ അനുഭവപ്പെടുന്ന പേടി സ്വപ്നങ്ങളിൽ നിന്നും അനാവശ്യമായ ഭീതികളിൽ നിന്നും ഇത് സംരക്ഷണം നൽകും. ഖബറിലെ വെളിച്ചവും ആശ്വാസവും. മരണം കഴിഞ്ഞുള്ള ജീവിതത്തിലെ ആദ്യത്തെ ഇടമായ ഖബറിൽ ഈ സൂറത്ത് ഒരു വലിയ വെളിച്ചമായി നമ്മുടെ കൂടെയുണ്ടാകും. ഖബറിലെ ഇരുട്ടിനെ അകറ്റാനും അവിടുത്തെ ചോദ്യം ചെയ്യലുകൾ എളുപ്പമാക്കാനും സൂറത്തുർ റഹ്മാൻ സഹായിക്കും. നാം ഈ ലോകത്ത് വെച്ച് പതിവായി ഓതിയിരുന്ന ഈ വചനങ്ങൾ നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് ശുപാർശ ചെയ്യും.
ഖബറിലെ ശിക്ഷകളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു കവചമായി ഇത് മാറുന്നു. പരലോകത്തെ ഉന്നതമായ പദവികൾ. നാളെ മഹ്ശറയിൽ വിചാരണ വേളയിൽ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്തവർക്ക് വലിയ പരിഗണന ലഭിക്കും. സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കാൻ ഈ പാരായണം ഒരു പാലമായി മാറും. അള്ളാഹുവിന്റെ തൃപ്തി നേടിയവരുടെ കൂട്ടത്തിൽ ഇവരെ ഉൾപ്പെടുത്തും. വിചാരണയുടെ കാഠിന്യം കുറയാനും നന്മയുടെ തട്ട് കനം തൂങ്ങാനും ഈ അധ്യായം സഹായിക്കും. സ്വർഗീയ സുഖങ്ങളെക്കുറിച്ചുള്ള ബോധ്യം. സ്വർഗത്തിലെ അത്ഭുതകരമായ കാഴ്ചകളെക്കുറിച്ചും അവിടുത്തെ സുഖസൗകര്യങ്ങളെക്കുറിച്ചും സൂറത്തുർ റഹ്മാനിൽ വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഓരോ വിശ്വാസിക്കും സ്വർഗത്തോടുള്ള ആഗ്രഹം വർദ്ധിക്കും. ഈ ദുനിയാവിലെ താൽക്കാലിക സുഖങ്ങളിൽ പെട്ടുപോകാതെ പരലോക വിജയം ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ഇത് നമുക്ക് പ്രചോദനമാകും. സ്വർഗത്തിലെ കായികനികളെയും മാളികകളെയും കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഈമാൻ അഥവാ വിശ്വാസം ദൃഢമാകുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ചലിക്കുന്നു എന്ന തിരിച്ചറിവ് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കും. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലെ വിസ്മയങ്ങൾ കേൾക്കുമ്പോൾ പടച്ചവന്റെ മഹാത്മ്യം നമുക്ക് ബോധ്യപ്പെടും. ഇത് നമ്മെ കൂടുതൽ ഭക്തിയുള്ളവരാക്കി മാറ്റുകയും അനാവശ്യമായ ചിന്തകളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുകയും ചെയ്യും. പാപമോചനത്തിനുള്ള വലിയ വഴി. ഓരോ മനുഷ്യനും ചെറുതും വലുതുമായ തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുന്ന ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് പാപങ്ങൾ പുറത്തുകിട്ടാൻ കാരണമാകും. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാനും തെറ്റുകളിൽ നിന്ന് പിന്തിരിയാനും ഈ വചനങ്ങൾ നമ്മെ സഹായിക്കും. ഹൃദയത്തിലെ കറകൾ നീക്കി പുതിയൊരു മനുഷ്യനായി മാറാൻ ഇതിലൂടെ സാധിക്കും. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നു. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്ത ശേഷം അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ ഉരുവിട്ട് അവനോട് അടുപ്പം സ്ഥാപിച്ച ശേഷം ചോദിക്കുന്നത് പടച്ചവൻ തള്ളിക്കളയില്ല. നമ്മുടെ ആവശ്യങ്ങൾ എന്തുതന്നെയായാലും അത് അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇതൊരു വലിയ അവസരമാണ്. സ്വപ്നങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. പലപ്പോഴും കുട്ടികളും മുതിർന്നവരും രാത്രിയിൽ ഭയപ്പെടാറുണ്ട്. എന്നാൽ ഈ സൂറത്ത് ഓതി ഉറങ്ങുന്നവർക്ക് അത്തരം പേടികളിൽ നിന്ന് മോചനം ലഭിക്കും. മനസ്സിന് ഒരു പ്രത്യേക ധൈര്യം ലഭിക്കുന്നതിനാൽ രാത്രിയിൽ സമാധാനമായി ഉറങ്ങാൻ സാധിക്കും. അദൃശ്യമായ ശക്തികളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ തടയാൻ ഇതൊരു വലിയ മറയാണ്. ഓർമ്മശക്തിയും വിജ്ഞാനവും വർദ്ധിക്കുന്നു. വിദ്യ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സൂറത്ത് പതിവാക്കുന്നത് വളരെ നല്ലതാണ്. കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനും പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനും അള്ളാഹു സഹായിക്കും. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അധ്യായമായതിനാൽ നമ്മുടെ ബുദ്ധിയെയും ചിന്താശേഷിയെയും ഇത് ഉണർത്തും. മുഖത്തെ തേജസ്സും അന്തസ്സും. അള്ളാഹുവിന്റെ വചനങ്ങൾ പതിവായി പാരായണം ചെയ്യുന്നവരുടെ മുഖത്ത് ഒരു പ്രത്യേക പ്രകാശം അള്ളാഹു നൽകും. ഇത് അവർക്ക് സമൂഹത്തിൽ ബഹുമാനവും അന്തസ്സും നൽകും. ആളുകൾക്ക് അവരോട് സ്നേഹം തോന്നാനും അവരുടെ വാക്കുകൾക്ക് മൂല്യം ലഭിക്കാനും ഈ പാരായണം കാരണമാകും. എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നു. ബിസിനസ്സിലോ ജോലിയിലോ വിവാഹകാര്യങ്ങളിലോ ഒക്കെ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് സൂറത്തുർ റഹ്മാൻ ഓതി ദുആ ചെയ്യുന്നത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. നമ്മുടെ പ്രയത്നങ്ങളിൽ വലിയ വിജയം കണ്ടെത്താൻ ഇത് സഹായിക്കും. മാതാപിതാക്കൾക്കും കുടുംബത്തിനും വേണ്ടിയുള്ള പുണ്യം. നമ്മൾ ഈ സൂറത്ത് ഓതുമ്പോൾ അതിന്റെ പ്രതിഫലം നമ്മുടെ മാതാപിതാക്കൾക്കും ലഭിക്കും. മരിച്ചുപോയ കുടുംബാംഗങ്ങൾക്കായി ഇത് ഓതി ഹദ്യ ചെയ്യുന്നത് അവർക്ക് ഖബറിൽ വലിയ ആശ്വാസമാകും. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഓതുന്നത് അവരുടെ ആരോഗ്യത്തിനും ആയുസ്സിനും ഗുണം ചെയ്യും. ഭക്ഷണത്തിൽ ലഭിക്കുന്ന ബറക്കത്ത്. ഭക്ഷണത്തെയും പാനീയങ്ങളെയും കുറിച്ച് ഈ സൂറത്തിൽ പരാമർശമുണ്ട്. ഈ വചനങ്ങൾ ചിന്തിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ അള്ളാഹു വലിയ ഐശ്വര്യം നൽകും. കുറഞ്ഞ വിഭവങ്ങളാണെങ്കിലും അതെല്ലാവർക്കും തികയുകയും മനസ്സിന് സംതൃപ്തി നൽകുകയും ചെയ്യും. ഏകാന്തതയിലെ കൂട്ടുകാരൻ. നമ്മൾ തനിച്ചാകുമ്പോൾ തോന്നുന്ന സങ്കടങ്ങളും നിരാശയും മാറ്റാൻ സൂറത്തുർ റഹ്മാൻ കൂട്ടിനുണ്ടാകും. അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്നും അവനെല്ലാം കാണുന്നുണ്ടെന്നുമുള്ള ബോധ്യം ഈ സൂറത്ത് നൽകും. ഏകാന്തതയെ ഒരു അനുഭൂതിയാക്കി മാറ്റാൻ ഈ വചനങ്ങൾ സഹായിക്കും. ദേഷ്യം കുറയാനും വിനയം വർദ്ധിക്കാനും. പെട്ടെന്ന് ദേഷ്യം വരുന്നവർ ഈ സൂറത്തിന്റെ അർത്ഥം ഗ്രഹിച്ചു പാരായണം ചെയ്യുന്നത് സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറയുമ്പോൾ നാം എത്ര നിസാരനാണെന്ന തോന്നൽ വരും. ഇത് അഹങ്കാരം നീക്കി വിനയമുള്ളവരാക്കി മാറ്റും. അള്ളാഹുവിന്റെ തൃപ്തിയും സ്നേഹവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പടച്ചവന്റെ തൃപ്തി നേടുക എന്നതാണ്. ഒരു വിശ്വാസി ഈ സൂറത്ത് പതിവാക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസനായി മാറും. അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചവന് ദുനിയാവിലും ആഖിറത്തിലും ഒരു ഭയവും ഉണ്ടാകില്ല. എല്ലാ കാര്യങ്ങളിലും
അള്ളാഹുവിൻ്റെ തുണ ആ വ്യക്തിക്ക് കൂടെയുണ്ടാകും. ഖുർആനിലെ ഈ അത്ഭുത അധ്യായം പാരായണം ചെയ്യുന്നത് ഒരു ശീലമാക്കി മാറ്റിയാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ ഈ അത്ഭുത അധ്യായം പാരായണം ചെയ്യുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ അളവറ്റ കാരുണ്യത്തിൻ്റെ തണലിലാണ് നാം ഓരോരുത്തരും എത്തിച്ചേരുന്നത്. ദുനിയാവിലെ പ്രയാസങ്ങൾ നീങ്ങാനും പരലോകത്ത് ഉന്നതമായ പദവികൾ ലഭിക്കാനും സൂറത്തുർ റഹ്മാൻ ഒരു വലിയ കാരണമായി മാറുന്നു. നിശബ്ദമായ രാത്രികളിൽ ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അലയടിക്കുമ്പോൾ അത് കേവലം ഒരു പാരായണമല്ല, മറിച്ച് പടച്ചതമ്പുരാനുമായി നാം നടത്തുന്ന ആത്മീയമായ ഒരു സംഭാഷണമാണ്. ഈ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഐശ്വര്യം നിറയ്ക്കട്ടെ. കാരുണ്യവാനായ അള്ളാഹുവേ, നിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്തതിലൂടെ ലഭിക്കുന്ന എല്ലാ പുണ്യങ്ങളും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും പാപങ്ങൾ നീ പുറത്തു തരയണമേ. ഞങ്ങളുടെ വീടുകളിൽ സമാധാനവും സന്തോഷവും നീ എന്നും നിലനിർത്തേണമേ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ ശിഫ നൽകണമേ. ഞങ്ങളുടെ ഉപജീവനത്തിൽ വലിയ ബർക്കത്ത് നൽകുകയും കടബാധ്യതകളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. രാത്രികാലങ്ങളിലെ പേടികളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും നിന്റെ മലക്കുകളെ കൊണ്ട് ഞങ്ങൾക്ക് നീ കാവൽ നൽകണമേ. അള്ളാഹുവേ, മരിക്കുമ്പോഴും ഖബറിലും നാളെ മഹ്ശറയിലും ഈ സൂറത്തിനെ ഞങ്ങൾക്കൊരു തുണയാക്കി മാറ്റണമേ. നിന്റെ സ്വർഗ്ഗത്തോപ്പുകളിൽ നിന്റെ തൃപ്തിയോടെ വസിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബിവര്യന്മാരുടെയും റളിയല്ലാഹു അൻഹു, സദ്വൃത്തരായ സഹാബി വനിതകളുടെയും റളിയല്ലാഹു അൻഹ ഒപ്പം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ.